ചുമന്നുകൊണ്ട് പോവാണ്. റോസു റോസു ഇവിടെ പിന്നെ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് റോസ് വന്നാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ഗ്രില്ല് സെറ്റാക്കാൻ പോവാണ്. ഇവിടെ കുറേ പേര് വരും കേട്ടോ. ഇവിടെ കാർ പാർക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും താഴെ. ഇന്ന് പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആഫ്റ്റർ സോ ലോങ് ഇറ്റ്സ് ബീൻ എ ബിറ്റ് എന്താ പറയുക ബിറ്റ് സണ്ണി. സോ ഇറ്റ്സ് ഗോണ ബി ഫൺ. ഓഹ് ലുക്ക് അറ്റ് ദിസ് വ്യൂ, അമേസിങ്. അവിടുത്തെ ഒരു ക്ലിഫ് പോലെയൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്പോട്ട്. സോ നമുക്ക് പതുക്കനെ ഇവിടെ വിൻഡിയല്ല കേട്ടോ. അവിടെ ഭയങ്കര വിൻഡിയാണ്, ഇവിടെ പിന്നെ വിൻഡിയല്ല കേട്ടോ. സോ റോസ് പതുക്കെ ക്ലീൻ ചെയ്യാണ്. പക്ഷേ ഇങ്ങനെ അല്ലാട്ടോ നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത് ക്ലീൻ ചെയ്യല്. നമ്മൾ കോൾസിൽ നിന്ന് വാങ്ങിച്ച മിനറൽ വാട്ടറാണ്. ഓക്കെ, ഒഴിക്കാം. ആദ്യം എന്ത് ചെയ്യും, നമുക്ക് ഈ പൊടിക്ക് കണ്ട് കളയാം. സ്ക്രബ്ബറിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കാം. സ്ക്രബ്ബർ വീട്ടിൽ കുറച്ച് സോപ്പുണ്ട്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്ത് പഴകാറെ ആവുമ്പോഴാണ് നമ്മൾ സ്ക്രബ്ബർ കൊണ്ടുതന്നെ. അപ്പോൾ പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടുത്തെ വെള്ളമൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ പരമാവധി ഇവിടുത്തെ വെള്ളമൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുവരാറ്. നമുക്ക് നല്ല നീറ്റായിട്ട് കഴുകാം ഇതിന്. എന്നിട്ട് ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേയും കൂടി ഒരു വട്ടം അടിക്കാം. എന്തായാലും ഇത് ക്ലീൻ ആയിരിക്കും, അവർ ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. നമ്മൾ കഴിക്കുമ്പോൾ പറഞ്ഞ വല്ല ബാക്ടീരിയ, ഞാൻ കൂടുതലും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിരുന്നതാണ് ഹെലക്ടോ ബാക്ടീരിയ എന്നൊരു ബാക്ടീരിയ ഉണ്ട്. അത് ഈ കാണുന്ന മീറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ റോ ആയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ 2 ദിവസം ഇങ്ങനെ ഇരുന്ന് ആ ബാക്ടീരിയ ഗ്രോ ആവും. അതിൻ്റെ മേലെ നമ്മൾ ഗ്രില്ല് ചെയ്യും. നമുക്ക് ഓരോ ഹെൽത്ത് ഭയങ്കര കാറ്റാട്ടോ. പക്ഷെ നമ്മളെ കാറ്റ് എഫക്ട് ചെയ്യില്ല. നമ്മൾ ഒരു നൈസ് സ്പോട്ടിലാണ്, ഒരു എന്താ പറയുക, ഒരു ഗുഹ പോലെ കാടിൻ്റെ മരങ്ങളുടെ ഒരു ഗുഹയുടെ ഉള്ളിലായിട്ട് നമ്മൾ നിൽക്കണം. ഓക്കെ, പതുക്കെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി കഴുകണം. നമ്മളിത് ഒരു കവർ ഉണ്ടാകുന്നുണ്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തന്നെ പോകണം. സോ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് കഴുകാം. എല്ലാവരും ചോദിക്കും ഈ വെള്ളം ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ എല്ലാ വേസ്റ്റും പോകും. ഒന്ന് അടിച്ച് നമ്മളിത് നല്ല നീറ്റായിട്ട് വാഷ് കഴിഞ്ഞ് പരമാവധി വെള്ളം യൂസ് കഴിഞ്ഞ് സോപ്പ് ഫുൾ കളയും. ഓക്കെ ഗൈസ്, ഇത് ഫുൾ തുടച്ചിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇത് ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേ അടിച്ച് നമ്മളിത് ഇതിന് തുടക്കുകയാണ്. പിന്നെ തുടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി നീറ്റാവും. ചുറ്റും വെള്ളമുണ്ട്, അതൊക്കെ നമ്മൾക്ക് തുടച്ച് നീറ്റാക്കും. ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേ എപ്പോഴും അടിക്കാൻ വേണ്ടി മറക്കരുത്. നമുക്കറിയുമ്പോൾ ഇവിടെ ആരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യണം, ഇതൊന്നും നമുക്കറിയുള്ളൂ. പിന്നെ എപ്പോഴും വല്ല പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലായ കാരണം ബാക്ടീരിയ ഗ്രോ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. റൈറ്റ്, നമുക്കിപ്പോൾ കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ട്. നമുക്കിതിപ്പോൾ ഇങ്ങനെ വയ്ക്കാം. സംഭവം ഓണായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഞെക്കി പിടിക്കണം എന്നുള്ള കാര്യം റോസ് മറന്നുപോയി. ഇപ്പോഴാണ് ഓണാവണേ. കുറേ ടൈമായി കാരണം റോസ് മറന്നുപോയി കേട്ടോ എങ്ങനെ ഓൺ ചെയ്യേണ്ടതെന്ന്. അത് റോസു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? എന്താ അടിപൊളിയാ, സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഏതുണ്ടോ അപ്പുറത്ത് ഉണ്ടോ? അവിടെ ഒരു ചെറിയൊരു പിയറുണ്ട് കേട്ടോ, നല്ല ഭംഗി കേട്ടോ. ആ പിയറിൽ നമ്മൾ ഇതുവരെ പോയേക്കണില്ല കേട്ടോ. ഈ റോസ് ഇത് ബാസ്ക്കറ്റൊക്കെ ആയിട്ട് ഇവിടെ പതുക്കണത് അവളുടെ പരിപാടിയൊക്കെ തുടങ്ങി. യൂഷ്വലി നമ്മൾ വൈനെ കൊണ്ടുവരാറ്, പക്ഷെ ഇന്ന് കുറെ ചേഞ്ച് ആപ്പിൾറ്റൈസർ കൊണ്ടുവന്നു. ഈ മന്ത് ഏതാ കൂടി? ജൂൺ അല്ലേ? നോ ആൽക്കഹോൾ ഇൻ ജൂൺ. ചുമ്മാ തള്ളാണോളൂ. അപ്പോ മതി നമ്മള് ആപ്പിൾറ്റൈസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് വ്യൂ ആയിട്ട് ഇഷ്ടപ്പെട്ടെ. കുറച്ച് ചേസ് പറഞ്ഞ് സിപ്പ് എടുത്തു. ഞാൻ വ്യൂ ഇത് അടിപൊളിയാന്ന് നോക്കി. നല്ല ഞാൻ പതുക്കെടുക്കാന്ന് ചേർത്തോ.
പതിനെ തൊട്ട് നോക്കാം കേട്ടോ. ചൂടായോ? ചൂടായോ? ചൂടുണ്ടോ? ഓക്കെ. സോ ഇത് ബേസിക്കലി ഇത് വർക്ക് ആവണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടിയിൽ ഗ്യാസ് ആട്ടോ. ഈ ഗ്യാസ് വെച്ചിട്ടാണ് ഈ സാധനം വർക്ക് ആവണേ. സോ ഗ്യാസ് ഇവിടെ നിന്ന് ഇവിടെ ഹീറ്റാവും. ഇതിപ്പോൾ ഗ്യാസ് കോയിലിൽ ഇത് ഇലക്ട്രിക് ആണോ? അല്ല, ഇത് ഗ്യാസാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഗ്യാസിലാണ് ഇത് വർക്ക് ആവണത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഫ്ലെയിംസ് ഉണ്ടാവോ? സോ ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം എനിക്ക് എന്തായാലും അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സാധനത്തിനുള്ളിൽ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് വെച്ചിട്ട് ഫ്ലെയിംസ് വെച്ചാണോ വർക്ക് ചെയ്യണേ, അല്ല വേറെ എന്തെങ്കിലും ടെക്നോളജി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലെയിംസ് ആണെങ്കിൽ ഫ്ലെയിംസ് ആയിരിക്കില്ല, ചിലപ്പോൾ ഹീറ്റിംഗ് സിസ്റ്റം ആയിരിക്കും അല്ലേ. വ്യൂ ഉണ്ടോ? അടിപൊളി വ്യൂ കേട്ടോ. ആ വ്യൂവും കണ്ടോ, റോസും വ്യൂവും വൈനും. ഓ മൈ ഗോഡ്, അമേസിങ്. വൈനിലാട്ടോ. ഓ മൈ ഗോഡ്, കൈപൊളി. പതുക്കിനെ ഓയിൽ സ്പ്രിങ്കിൾ ചെയ്യാം. ഓയിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹാം ഇടണല്ലോ. ആദ്യം തന്നെ ഇത് നല്ല അടിപൊളി സോൾട്ടും ചില്ലി ഫ്ലേക്സ്. പ്ലാസ്റ്റിക് കവർ ഒരു സെക്കൻഡ്, പെട്ടെന്ന് കണ്ടോ പ്ലാസ്റ്റിക് കവർ വീണു. ഇത് നോർമൽ സീസണിങ് ആട്ടോ. ചുമ്മാ ഗാർലിക് ജിഞ്ചർ സീസണിങ് ആണ്. നമുക്ക് എപ്പോഴും പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാം. ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ചീസ് ചിപ്സ് എടുക്കും. ചീസ് ചിപ്സോ? നാട്ടിൽ നല്ല അടിപൊളി കയ്യിലുണ്ടെന്നൊക്കെ ഉണ്ട് കേട്ടോ. കുക്കിങ്ങിന് വേണ്ടിയിട്ട് മുട്ട പൊരിക്കുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ സ്ക്യൂവേഴ്സ് അടിപൊളിയായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്കിപ്പോൾ ഹണി ഹാം കോൾസിൻ്റെ ആട്ടോ, ഇവിടുത്തെ ഹോം പ്രൊഡക്റ്റാണ്. കോൾസിൻ്റെ ഹണി ഹാം നമുക്ക് ഇടാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കയ്യിലാട്ടോ. ദോശ മുട്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ മറച്ചിടാൻ വേണ്ടി നല്ല അടിപൊളി സാധനം. മമ്മി ഒന്നും ഇപ്പോൾ കൊണ്ടുവന്നാ. ഹാം ഉണ്ട് കേട്ടോ. ഹാം ബാക്കിയുള്ള സ്പേസ് നമുക്ക് ഹാമിന് കൊടുക്കാം. ഞാൻ ഹാമിൻ്റെ വലിയ ഫാനല്ല കേട്ടോ. ഞാനാണ്. എനിക്ക് ഹാം കുക്ക് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഹാം ഇങ്ങനെ കഴിക്കാത്തൊരു വ്യക്തിയാണ്. നമുക്ക് നല്ല അടിപൊളി ഇറച്ചി, മീൻ, ഞണ്ട്, കക്ക, നല്ല പോത്ത്, ഇതൊക്കെയാണ് നമുക്കിഷ്ടം. കൈ പൊള്ളൽ മാൻ, മൈ ഗോഡ്. ഹാമിന്റെ ഫാറ്റിന് നല്ല ടേസ്റ്റ് ആണ്. ഒരു സൗണ്ട് വന്നു ഇവിടെ വന്ന് ഗ്രീൻ ലൈറ്റ് കാണിച്ചത് പ്ലാസ്റ്റിക് ബ്ലിങ്കിങ് മാറി വെറുതെ ഗ്രീൻ ലൈറ്റ് ആയി. സോ അതിനർത്ഥം ഫുൾ ചൂടായി എന്നാണ്. പതുക്കെ മറച്ചിടാൻ വേണ്ടി പോകാം. കുറച്ചുകൂടി ഓയില് ഇടണം. ഇതിന്റെ ഒരു എണ്ണ ഉണ്ടാവുമല്ലോ, അതിന് കുക്കാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണേന്നല്ലേ. ഷെഫ് റോസ് സാധാരണ പണിക്ക് ഇറങ്ങാറില്ല. ഇന്നിപ്പോ ക്യാമറ ഉള്ള കാരണം റോസ് പണിക്ക് ഇറങ്ങിക്കുന്നതാണ്. ഹാമിന്റെ ടെക്സ്ചർ ഉണ്ട്. ഇന്നത് ഇവിടെയായിട്ട് ചൂട് കൂടുതലുള്ളത് ഇവിടെയാണെന്നോ തോന്നുന്നത്. ബാക്കിയുള്ള സ്ഥലം അങ്ങനെ ഈവൻലി കുക്കാവുന്നില്ല. എന്നാലും നല്ല അടിപൊളിയാണ്. റോസ് സ്ക്യൂവേഴ്സിനെ നല്ല സൂപ്പറായിട്ട് കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പതിനെട്ട് എണ്ണയായിട്ട് വരുന്ന നമ്മുടെ ഹാം റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഒക്കെ കൂടി വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ക്ഷമയില്ല അല്ലേ? എനിക്കില്ല. അപ്പം നമ്മളിത് സാധനം എണ്ണ വെച്ച് തിരികെ ഒന്നുകൂടി ഇതിനെ സീസണിങ് ചെയ്ത് നമുക്ക് അടുത്ത ലോട്ട് ഓഫ് ചിക്കൻ ഇടാം. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇത് കണ്ടോ ഇവിടെ കുക്കായകളില്ല. കാണുമ്പോൾ മേലെ നല്ല ചാറ് വന്നൊക്കെ ഉണ്ടാവും. ഇതിനെ പറയുന്നത് കേട്ടോ ചാർ, ഗ്രില്ലേജ് അതിൻ്റെ ചാറെന്ന് പറയണേ. പക്ഷേ ഇത് കണ്ടോ ഇവിടെ കുക്കായക്കണില്ല. ഇവിടെ നോക്കിയേ, ഇവിടെയും കുക്കായക്കണില്ല. ഇവിടെ കുക്കായക്കണില്ല. അപ്പം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും സാധനം കുക്കായിന്ന്.
മേലെ നല്ല ചാറുള്ളപ്പോൾ, പക്ഷേ സാധനം കുക്കായൊക്കെ ഉണ്ടാവില്ല. സോ ഓൾവേസ് മേക്ക് ഷുവർ മേലെ നല്ല കറുത്തിരുന്ന് കഴിഞ്ഞാലും പതുക്കിന് ഉള്ളിൽ പൊളിച്ച് റെഡ്നെസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നോക്കണം. ബിക്കോസ് ചിക്കൻ പച്ചക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ചിക്കൻ പ്രോൺസ് സീ ഫുഡ് അങ്ങനെ സാധനങ്ങളൊക്കെ പച്ചക്ക് ഇറച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റഡാണ് ഹണി സോയ. സോ ഇവർ നല്ല അടിപൊളിയായിട്ടാണ് സാധനം പാക്കിങ് തന്നെ കണ്ടോ, നല്ല അടിപൊളി പാക്കിങ് കേട്ടോ. പാക്കിങ് നല്ല സൂപ്പർ പാക്കിങ് ആയ കാരണം നമുക്കൊന്നും പറയാനില്ല. അടുത്തേക്കൊന്നേ യൂസ് ക്യൂബേഴ്സ് ഉണ്ട്, സോസ് ഉണ്ട്. പക്ഷേ ഈ സോസൊക്കെ ചെന്നത് കറുത്ത് പോകുള്ളൂ. ഐ തിങ്ക് വലിയ അർത്ഥമൊന്നുമില്ല ഈ സോസൊക്കെ ഇങ്ങനെ എടുക്കുന്നത്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് ഒക്കെ ചെന്ന് കരിഞ്ഞ് പിടിക്കുകയുള്ളൂ. ഓക്കെ, ഇതപ്പം ഇത് പതിനെ മോശം എടുക്കാം കേട്ടോ. കൈമൊക്കെ കുറച്ച് അത് പതുക്കിൻ്റെ അടർത്തി കഴിച്ചു തുടങ്ങി കേട്ടോ. കുക്കായൊക്കെ ഉള്ളത് അതേ സ്റ്റോർ വലിച്ചു ചേർത്ത് കുറച്ചായൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടി കുക്കാവാനുണ്ട്. പക്ഷേ ഇത് ഈ കാണുന്നതൊന്നും അഴുക്കല്ല കേട്ടോ. അതൊക്കെ ഇതിൻ്റെ സോസ് ഇതായിക്കൊണ്ടാണ്. ഇത് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വോമായിട്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ആയി പൊക്കോളും. ഇതുണ്ടോ, ഞാൻ ഹണി സോയയുടെ മേലെ സോസ് ഒഴിക്കാണ്ടിരുന്നതിൻ്റെ കാരണം ഇതാണ് കണ്ടോ. ഇതാണ് പ്രശ്നം കണ്ടോ. ഈ സോയ അങ്ങോട്ട് ഇങ്ങനെ ടാറ് പോലെ പിടിക്കുക അങ്ങോട്ട് വരും. കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിക്കാൻ തോന്നാറില്ല സാധാരണ ഹണി സോയ. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് കണ്ടോ. ഞാൻ ഇങ്ങനെ കോരി നമുക്ക് സൈഡിൽ വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. ഇത് നല്ല രീതിയിൽ അഴുക്കുണ്ട്. നല്ല പാൻ നല്ല ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രിപ്പ് അപ്പം തന്നെ ഇടാം. ആ ഹോളിൽ കൂടെ എല്ലാം അഴുക്കും പൊക്കോളൂ. ജസ്റ്റ് അവിടെ വേ മാത്രം അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല വിൻഡി കേട്ടോ. സാധനം നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആവും. ഇതൊരു ഹാക്കാണ്. നമ്മളിത് തണുത്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞാലും ഏറ്റവും എളുപ്പം ചൂടായിട്ട് ഇരിക്കുമ്പോൾ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. സോ നമ്മളെപ്പോഴേക്കും ബാർബിക്യൂ ചെയ്യണ്ടോ അല്ലെ ഗ്രില്ല് ചെയ്യണ്ടോ ഏറ്റവും ബെസ്റ്റ് ചൂടായിട്ടിരിക്കുമ്പോൾ ക്ലീൻ ചെയ്യുന്നതാണ്. ഇനി ഇത് കുറച്ചുകൂടി വെള്ളം കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നല്ല നീറ്റായി. ഇപ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് കേട്ടോ അത് ഹാൻഡിൽ ചെയ്യണം. എന്നെ പോലെ വലിച്ച് കീറിയൊന്നും പറിച്ചൊന്നുമില്ല. അപ്പോൾ അടുത്തത് പെരി പെരിയാണ്. വെയിറ്റ് ചെയ്യും, നമ്മൾ സീസണിങ് ചെയ്യണ്ട, നമ്മളത് ക്ലീൻ ചെയ്യും കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ട്, പക്ഷേ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് പ്രശ്നമല്ല. ഓക്കെ, ഇതിവിടെ കേട്ടോ. ഇപ്പുറത്ത് നല്ല ഹീറ്റുള്ള സ്ഥലം കേട്ടോ. എന്താ സിസിലിംഗ് ഒന്നും ആവണില്ലല്ലോ, ചൂട് അത്രയ്ക്ക് അങ്ങ് അയച്ചില്ല. അമ്പടാ, അവിടെ നിന്ന് വേണമെങ്കിൽ ഓയിൽ കുറച്ചെടുത്തിട്ടോ. ഓക്കെ, ഒരുമിച്ചിട്ടോ. ഒക്കെ ഒരുമിച്ചിടാൻ വേണ്ടി പോട്ടോ. മെൽബണിലത്തെ ഏറ്റവും പ്രത്യേകമായിട്ട് ഈ പഫർ ജാക്കറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല ഈ ജാക്കറ്റ്. ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ പട്ടീനെ വെള്ളം കൊടുക്കുന്ന ഒരു ചേട്ടൻ, കുറേ ആൾക്കാർ താഴെ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാട്ടൊന്ന്. ഇന്ന് 3 മാസത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് 18 ഡിഗ്രി വന്നിരിക്കണേ. താഴെ ഫുൾ ഫാമിലീസും ഇവരൊക്കെ ആയിട്ട് ഫുള്ളാട്ടോ. കാണാൻ പറ്റണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിവിടെ കുറേ പേരുണ്ട് കേട്ടോ. പെറ്റ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ചോപ്പർ പോകുന്നത് കാണാം. ഞാൻ ഇതുവരെ ആ പിയറിലേക്ക് പോയേക്കില്ല. മിക്കവാറും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പോകാൻ നോക്കും. അവിടുത്തെ ഒരു ചേട്ടൻ പട്ടിക്ക് വെള്ളം കൊടുക്കാം കേട്ടോ. പട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്പോട്ടുണ്ട്. ഇത് ബാർബിക്യൂ ചെയ്യുന്ന മടുത്ത ദിവസം ഒരു കൈ കൊണ്ട് തീറ്റ, ഒരു കൈ കൊണ്ട് ബാർബിക്യൂ. ഒരു സ്ക്യൂവേഴ്സൊക്കെ ഇത് ഇവിടെ വലിച്ചു വരെ ഇട്ട കേട്ടോ. ആള് ഒക്കെയും കഴിച്ചു കഴിഞ്ഞു അല്ലേ? ഞാനാ ഇത് ഫൈനൽ ക്ലീനിങ് പ്രോസസ്സിലാട്ടോ. ഞാൻ ഇവിടെ എൻ്റെ ബൈനോക്കുലേഴ്സ് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ബ്യൂട്ടി എൻജോയ് ചെയ്ത് നോക്കിയിട്ടാണ്. ഇതുണ്ടോ ഗ്ലൗസാണ് നിക്കോണിൻ്റെ. സോ
അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സീ അങ്ങോട്ടേക്കും കുറച്ച് റഫാണ്. ഒരു വ്യൂ സൺസെറ്റ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല തിരക്കുണ്ട് കിട്ടുന്നു. റോസ് ഫൈനൽ സ്റ്റെപ്സ് ഓഫ് ക്ലീനിങ്ങിലാണ്. ഞങ്ങളൊരു 5-6 ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നായിരുന്നു. ഒക്കെ ഫിനിഷായി. ഇത് സ്ക്രബൊക്കെ ചെയ്ത് നല്ല നമ്മൾ എങ്ങനെയാണ് നമ്മളിവിടുന്ന് എടുത്ത അതേപോലെ തന്നെ നല്ല നീറ്റാക്കി നമ്മൾ തിരിച്ചു വെക്കണം കേട്ടോ. വെള്ളം തീർന്നു കേട്ടോ. അത് ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകാൻ. സോ ഇവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടി വെള്ളം വരും. ആ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കിളികൾക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള താഴേക്ക് പോകും. സോ ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ നിന്ന് വിടാൻ വേണ്ടി സമയമായി. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 5 o'clock ആൻഡ് ദ സൺ ഇസ് സെറ്റിംഗ് ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് ഡ്രോപ്പിംഗ് ടു 6 degree. നല്ല തണുപ്പായി തുടങ്ങി. പിന്നെ കടലിൻ്റെ അടുത്തായ കാരണം നല്ല വിൻഡിങ് കൂടിയാണ്. അപ്പോൾ ഞാൻ മൈക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ റോസു ഇപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി കൂടി നിൽക്കാമെന്ന് പറഞ്ഞു, കടൽ നോക്കി ദൂരം അങ്ങോട്ടേക്ക്. പക്ഷേ എനിക്ക് താല്പര്യമില്ല. സോ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം ഫോർ അനദർ വ്ളോഗ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.